പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച മണ്ഡലമാണ് പാലക്കാട്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. പാർട്ടിയിലെ ശക്തമായ നേതാവിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന പാർട്ടിയുടെ സ്വപ്നങ്ങളാണ് ഫലം പുറത്തു വന്നപ്പോൾ തകർന്നത്. പാലക്കാടുന്ന A ക്ലാസ് മണ്ഡലം ശോഭാ സുരേന്ദ്രനിലൂടെ പിടിച്ചെടുക്കാമെന്ന NDA സ്വപ്നത്തിനേറ്റ തിരിച്ചടിയുടെ കാരണങ്ങൾ എന്തെന്ന് അന്വേഷിക്കുകയാണ് പാർട്ടി അംഗങ്ങൾ. ശോഭാ സുരേന്ദ്രൻ ആഴത്തിൽ വിജയമുറപ്പിച്ചിരുന്ന മണ്ഡലമായ പാലക്കാടുള്ള ജനങ്ങൾക്ക് ഇത് എന്ത് പറ്റിയെന്ന ചിന്തകളാണ് ഇപ്പോൾ അലയടിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ ചില സംഭവങ്ങളാണ് ജനങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചതെന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതോടുകൂടി ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, പാലക്കാട്ടെ ചെങ്കോട്ട കുലുങ്ങി LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 3 UDF പിടിച്ചെടുത്തു. CPM നേതൃത്വത്തോട് കലഹിച്ച് പുറത്തിറങ്ങിയവരുമായി ചേർന്ന് UDF നടത്തിയ പരീക്ഷണം പാലക്കാട് ഫലം കണ്ടില്ല. പാലക്കാട് മണ്ഡലത്തിൽ CPM നടത്തിയ സ്വതന്ത്ര പരീക്ഷണവും മണ്ണാർക്കാട് പൊതുസമ്മതനെ നിർത്തി CPIM നടത്തിയ പരീക്ഷണവും വിജയിച്ചില്ല. പാലക്കാട്, ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം, തൃത്താല, മലമ്പുഴ, മണ്ണാർക്കാട്, നെന്മാറ, തരൂർ, ആലത്തൂർ, ചിറ്റൂർ, കോങ്ങാട് എന്നിങ്ങനെ 12 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ജില്ലയുടെ നിയമസഭാ ഭൂപടം. 2016 തെരഞ്ഞെടുപ്പിൽ 12-ൽ 9 ഇടത്ത് LDFും 3 ഇടത്ത് UDFും വിജയിച്ചിരുന്നു. 2021 ഇത് യഥാക്രമം 10ഉം 2ഉമായി. പാലക്കാടും തൃത്താലയും മണ്ണാർക്കാടുമാണ് UDF വിജയിച്ച മണ്ഡലങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരും കോങ്ങാടും കൈപ്പിടിയിലാക്കാൻ UDFനായി. പാലക്കാട്, തൃത്താല, പട്ടാമ്പി തുടങ്ങിയ മണ്ഡലങ്ങൾ ശക്തമായ പോരാട്ടമാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ രമേശ് പിഷാരടിയിലൂടെ UDFും കോൺഗ്രസും മണ്ഡലം നിലനിർത്തി. 13,147 വോട്ടാണ് ഇത്തവണത്തെ ഭൂരിപക്ഷം. 2016-ൽ 57,559 വോട്ടും 24-ലെ ഉപതെരഞ്ഞെടുപ്പിൽ 58,389 വോട്ടും നേടിയ UDF ഇത്തവണ 62,199 വോട്ടാണ് സ്വന്തമാക്കിയത്. രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. വോട്ടെണ്ണലിൽ ലീഡ് നില മാറി മറിഞ്ഞു. അവസാന ലാപ്പിൽ 13,147 വോട്ടുകൾക്ക് രമേശ് പിഷാരടി വിജയിച്ചു. പിടിച്ചത് 62,147 വോട്ടുകൾ. ശോഭാ സുരേന്ദ്രൻ, NMR, റസാഖ് എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനത്ത്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ രണ്ടാമതെത്തിയ ശോഭാ സുരേന്ദ്രൻ ഇത്തവണയും വോട്ട് വിഹിതം ഉയർത്തി. 2024-ലെ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് 39,549 ആയിരുന്നു. അത് ഇത്തവണ 49,052 ആയി. 2021-ൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ BJPയുടെ മെട്രോമാൻ E ശ്രീധരനെ മറികടന്ന് 3,859 എന്ന ചെറിയ ഭൂരിപക്ഷത്തിനാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയത്. 2024-ലെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ൽ കൂടുതൽ വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ആയിരുന്നു 2ാം സ്ഥാനത്ത്. പാലക്കാട് 2024-ലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടെത്തിയ P സരിൻ നേടിയ വോട്ട് ഇത്തവണ സ്വതന്ത്രനായി രംഗത്തിറങ്ങിയ ഹോട്ടൽ വ്യവസായി NMR റസാഖിനില്ലായിരുന്നു. റസാഖ് നേടിയത് 33,939 വോട്ടാണ്. അതേസമയം മണ്ണാർക്കാടും ആലത്തൂരും നെന്മാറയിലും തരൂരിലും LDFനും UDFനും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനായിട്ടുണ്ട്. മണ്ണാർക്കാട് സിറ്റിംഗ് MLA ആയ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2021-ലെ 5,870 എന്ന ഭൂരിപക്ഷമാണ് ഇക്കുറി 25,903 ആക്കി ഉയർത്തിയത്. LDF സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കറാണ് 2ാം സ്ഥാനത്ത്. നേടിയത് 64,703 വോട്ടാണ്. NDAക്ക് വേണ്ടി മത്സരിച്ച BDJF സ്ഥാനാർത്ഥി ഐസക് രാജ് 10,671 വോട്ടുകൾ നേടി. 2021-ൽ സുരേഷ് രാജ് ആയിരുന്നു LDFന് വേണ്ടി മത്സരിച്ചത്. കാറ്റിലും കോളിലും ഉലയാത്ത സ്ട്രോങ് റെഡ് ഏരിയ എന്നാണ് ആലത്തൂർ മണ്ഡലം അറിയപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ LDF വിജയിച്ചു കയറി. 8,553 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് TM ശശി വിജയിച്ചത്. KM ഫെബിനായിരുന്നു UDF സ്ഥാനാർത്ഥി. NDAക്ക് വേണ്ടി KV പ്രസന്നകുമാർ മത്സരിച്ചെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകൾ പോലും നേടാൻ കഴിഞ്ഞില്ല. UDF സ്ഥാനാർത്ഥി KM ഫെബിനെ വോട്ടുയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2021-ൽ UDFന്റെ പാളയം പ്രദീപിനെതിരെ 34,118 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു LDF സ്ഥാനാർത്ഥി KD പ്രസേനൻ വിജയിച്ചത്. 2016-ൽ KD പ്രസേനൻ നേടിയത് ഭൂരിപക്ഷം 36,060 ആയിരുന്നു. 3 തെരഞ്ഞെടുപ്പുകളിലായി LDFന്റെ ഭൂരിപക്ഷം കുറയുന്ന ട്രെൻഡാണ് രൂപപ്പെടുത്തിയത്. 2008-ൽ നെന്മാറ മണ്ഡലം നിലവിൽ വന്ന ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും LDF പരാജയമറിയാത്ത മണ്ഡലമാണ് നെന്മാറ. ഇക്കുറി 3,305 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി K പ്രേമൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി A തങ്കപ്പനാണ് 2ാം സ്ഥാനത്ത്. NDAക്ക് വേണ്ടി BDJ സ്ഥാനാർത്ഥി AN അനുരാഗ് ഇവിടെ മത്സരിച്ചത്. ഇത്തവണ CMPയിൽ നിന്നും മണ്ഡലം ഏറ്റെടുത്താണ് കോൺഗ്രസ് ഇവിടെ മത്സരിച്ചത്. വോട്ട് നില ഉയർത്താനും സാധിച്ചിട്ടുണ്ട്. 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പിനേക്കാളും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥി K പ്രേമന്റെ വിജയം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.